ഉറപ്പായിട്ടും അവൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ചെറിയമ്മേ, ഈ കാര്യങ്ങൾ അവസാനത്തിലെത്തുമ്പോ ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. തളർന്നു വീണു പോവരുത്. അതെന്താ അമൃത മാഡം അങ്ങനെ പറഞ്ഞത്? ഫിദ മാഡത്തിന് വരുന്നതുകൊണ്ട് എന്താ തടസ്സം? ഈ വേഷമാണോ ആ തടസ്സത്തിന്റെ കാരണം? സംഗീതത്തിൽ അങ്ങനെയൊന്നുമില്ല. ആ, അമൃത മേഡം വേറെ എന്തോ ആലോചിച്ച് പറഞ്ഞതാ രാധികേ. നീ അത് കാര്യാക്കണ്ട മോളെ. ആ പിന്നെ മാഡം, ഞാനും ശ്യാമ മാഡവും പാടിക്കൊണ്ടിരുന്നപ്പോ അവിടെ എല്ലാരും എന്താ പറഞ്ഞെന്നറിയാമോ? ദേ ചേച്ചിയും കൂടി കേട്ടതാ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയുണ്ട്, അമ്മയും മോളും ആണെന്ന്. ഇതിപ്പോ ഒരുപാട് പേരായി എന്നോട് അങ്ങനെയൊക്കെ പറയുന്നേ. അല്ല, ആളുകൾ സംശയിക്കുന്ന പോലെ രാധിക ശരിക്കും ശ്യാമ മേഡത്തിന്റെ മകളായ എന്താ കുഴപ്പം? ശ്യാമ മാഡം എനിക്ക് ദൈവത്തിനെ പോലെയാ. എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെച്ച് ശ്യാമ മാഡത്തിന് മക്കളില്ല. ഇനി അഥവാ അങ്ങനെ ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ടെങ്കിൽ അതിനെ ദയയില്ലാതെ വലിച്ചെറിയുന്ന ക്രൂരത ശ്യാമ മാഡം കാണിക്കില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാം സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാ നടക്കുന്നത്. ആ കുഞ്ഞിനെ വലിച്ചെറിയാൻ ശ്യാമ മേഡത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലോ? ആരതി പറഞ്ഞത് ശരിയാ മോളെ, അതൊരു സാധ്യതയല്ലേ. എന്ത് കാരണം ഉണ്ടായാലും സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയുന്നൊരമ്മ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവരും ഈ പറയുന്ന കഥയില് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ ശ്യാമ മാഡത്തിനെ വെറുത്തു. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. മോളെ മോളെ നിക്ക മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മനസ്സിലായി മാഡം. എന്റെ അമ്മയാണ് ശ്യാമ മാഡം എങ്കിൽ എന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോ അംഗീകരിക്കണമെന്നല്ലേ? ഫിദ മാഡത്തിന് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നിന്ന് ഈ നിൽക്കുന്ന ഞാൻ വരെ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്റെ അമ്മയെ ഓർത്തിട്ടാ. എനിക്കത് പൊറുക്കാൻ പറ്റില്ല മാഡം. ഞാൻ ഇറങ്ങുക. എല്ലാം തുറന്നു പറയാത്തതിന്റെ ശിക്ഷ കണ്ടില്ല എടുത്തേ. ചെറിയമ്മേ, ഈ കാര്യം ഓർത്ത് വിഷമിക്കാനോ തളർന്നിരിക്കാനോ നമുക്ക് ഉദ്ദേശമില്ല. ഇതിനുള്ള മറുപടി വേറെ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതാ. ഇത്രയും കാലം ചെറിയമ്മയുടെ ജീവിതം ചെറിയമ്മയുടെ സ്വകാര്യം മാത്രമായിരുന്നു. പക്ഷെ ഇനി അങ്ങനെ പോരാ. ഗായിക ശ്യാമയ്ക്ക് ചിലത് പറയാനുണ്ട്. അത് ഈ നാട്ടിലുള്ള ആളുകളോട് അങ്ങ് പറയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കാൻ പോവാ. എങ്ങനെ? നമ്മൾ ആരാണെന്ന് ലോകത്തെ അറിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. നമുക്ക് ശരിയാക്കാം. ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതുവരെ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിന്ന ശ്യാമ മേഡം ആദ്യമായി സ്വന്തം കഥ പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താൻ പോകുന്നു. അത് കഴിഞ്ഞ് രാധികയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഉറപ്പായിട്ടും അവൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ചെറിയമ്മേ, ഈ കാര്യങ്ങൾ അവസാനത്തിലെത്തുമ്പോ ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. തളർന്നു വീണു പോവരുത്. നമുക്ക് ജയിക്കണം. ഈ കൈ നിറച്ച് കാശ് കിട്ടുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, അതെ ആർക്കും പറഞ്ഞ മനസ്സിലാവില്ല. ഓ,
എണ്ണിയത് അങ്ങോട്ട് എടുത്തു വെക്കടി മോളെ. ദാ റിബാൻഡ്. ഇനി എത്ര കിട്ടുവടി നമുക്ക്? അതൊന്നും അറിഞ്ഞൂടാ മുത്തശ്ശി. ഇതിപ്പോ തന്നെ ശരത്ത് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് അവര് തന്നതാ. ബാക്കി എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. എടി ദേ ബാക്കിയൊക്കെ നിന്റെ മിടുക്ക് പോലിരിക്കും. എടി ഇവന്മാരെയൊക്കെ ഒന്ന് സോപ്പിട്ട് നിർത്തണം. എന്തായാലും അഭിനയിക്കാൻ പോവല്ലേ. അപ്പൊ പിന്നെ ഇവന്മാരുടെയൊക്കെ കൂടെ ഒന്ന് അഭിനയിച്ച എന്താടി നഷ്ടം? അതൊക്കെ മോശമാ മുത്തശ്ശി. എന്തു മോശം? ഓ പിന്നെ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ വലുതും അത്ര നല്ലതാണോ? ഓ ഈ പുത്തന്നോട്ടിന്റെ മണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടില്ല. എന്റെ ദൈവമേ, ആയുസ് മുഴുവൻ ഇങ്ങനെ ഇരുന്ന് കാശ് എണ്ണാനുള്ള വിധി നീ ഉണ്ടാക്കി തരണേ. എന്താ യശോദേ നോക്കുന്നേ? എടി നീ കുടുക്കയിലിട്ട് കൂട്ടുന്ന പോലൊന്നും അല്ല, ഇതാണ് കാശ്. ദൈവമേ കൊണ്ടുത്തായോ കൊണ്ടുത്തായോ എന്നും പറഞ്ഞേ ആകാശത്തേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കാശുണ്ടാക്കാനുള്ള വഴി അറിയണം. രണ്ടുപേരും കൂടെ ഇതെവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണോ? അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയാം. ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ. ഞാൻ അഭിനയിക്കുന്ന സിനിമയില് എനിക്ക് അഡ്വാൻസ് കിട്ടിയ കാശ്. എടി ഇത് വെറും അഡ്വാൻസ്. ഇനി എത്ര ലക്ഷമാണാവോ വന്ന് കേറാനിരിക്കുന്നത്. അതൊക്കെ കണ്ടിട്ടേ നീയൊക്കെ ബോധം കെട്ട് വീഴാതിരുന്നാ മതി. പണം കണ്ടൊന്നും യശോദര കണ്ണ് മഞ്ഞളിക്കില്ല. ഇല്ലായ്മ കണ്ട് ശീലിച്ചവളാവള്. ഓ വന്നോ? നാട്ടിലിറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ബാക്കിയുള്ള സിനിമാ താരങ്ങളെ പ്രതിഫലം പറഞ്ഞിട്ടാ അഭിനയിക്കാൻ പോന്നെ. എന്റെ പ്രിയങ്ക മോള് പ്രതിഫലം പറയാൻ തുടങ്ങിയപ്പോ ആ സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് എന്താന്നറിയോ? പ്രിയങ്കയുടെ കഴിവനുസരിച്ച് പ്രിയങ്കയ്ക്ക് എത്ര കൊടുക്കാനും ഞങ്ങൾക്ക് മടിയില്ലെന്ന. നാട്ടുകാർക്ക് മനസ്സിലായി. പക്ഷേ ചിലർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. എടോ താനെന്തിനാ ഇവിടെ നോക്കി നിൽക്കുന്ന? താൻ തന്റെ ജോലി നോക്കുക. ആ ദേവോ അവിടെ നിന്ന് നിന്നേ. പിന്നെ ദേ ഈ പണം എന്തിനുള്ളതാണെന്നറിയോ? വക്കീലിന് കൊടുക്കാനാ. എന്തിനാ? നീ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുത്തിയില്ലേ രാധിക, അവളെ വരുണിൽ നിന്നും പിരിക്കാൻ.